ഹലോ ഫ്രണ്ട്സ്, ഒരുപാട് പേർക്ക് എന്നെ അറിയാം. എന്നെ അറിയാത്ത ആൾക്കാരുണ്ട്, വഴിയെ എന്നെ മനസ്സിലാക്കും. ഞാൻ കഴിഞ്ഞ 8-ാം തീയതിയാണ് കേട്ടോ ഇസ്രായേലിന് വണ്ടി കയറിയത്. ജോർദാൻ വഴിക്കായിരുന്നു. കുഴപ്പമൊന്നുമില്ലായിരുന്നു, യാത്രയൊക്കെ സുഖമായിരുന്നു. ഇപ്പം പറയാം, അന്ന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, അത് വേറെ സത്യം. എന്നാലും ഇന്ന് മുതൽ എൻ്റെ എല്ലാ ഇസ്രായേൽ വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ കാണും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കേ. ഇന്ന് ശനിയാഴ്ച വൈകുന്നേരമാണ്, നമുക്കറിയാമല്ലേ. എന്താ, വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ശനിയാഴ്ച വൈകുന്നേരം വരെയാണ് സബാത്ത്. അപ്പോൾ ഇന്ന് എൻ്റെ വിശേഷം തന്നെ ഇന്നലത്തെ എൻ്റെ സബാത്ത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇതാണ് കേട്ടോ എൻ്റെ ആബ. ആളെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വന്നേക്കുന്നത്. അപ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞു, നീ നല്ലപോലെ ഒരുങ്ങി വായോ, നമുക്ക് മകൻ്റെ വീട്ടിൽ പോകാമെന്ന്. എന്നിട്ട് ഞാനും അമ്മച്ചിയും ഉണ്ട് കേട്ടോ വീട്ടിൽ, അമ്മയും അപ്പനും ഉണ്ട്, അവരുടെ കൂടെയാണ്. അപ്പോൾ ഞാൻ ഇവരുടെ കൂടെ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഒരുങ്ങി വന്നു. ഇവിടെ വന്നിട്ടുള്ള എൻ്റെ ഫസ്റ്റത്തെ സബാത്താണിത്. എന്താണ് എങ്ങനെയാണെന്ന് എനിക്ക് ഒരു ഐഡിയയും ഇല്ല. എന്തായാലും ഞാൻ ഒരുങ്ങി വൈകുന്നേരമായി. ഞങ്ങൾ 3 പേരും കൂടി കാറിൽ യാത്ര പോവുകയാണ് മകൻ്റെ വീട്ടിലോട്ട്. അവിടെ ചെന്നിട്ട് ഇനി എങ്ങനെയാവും എന്നുള്ള വിശേഷങ്ങൾ ഞാൻ പറയാം കേട്ടോ. അങ്ങനെ നമ്മൾ മകൻ്റെ വീട്ടിൽ ചെന്നു കേട്ടോ. അവർ ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു എന്നോട്. ശലോം സബാത്ത് എന്നൊക്കെ പറഞ്ഞു. അവിടെ ഒരു കുഞ്ഞു കൊച്ചുണ്ട്. ആ കൊച്ച് എൻ്റെ പേരൊക്കെ പഠിച്ച് വെച്ചിട്ടുണ്ട്, ലിജി ലിജി എന്നൊക്കെ അവിടെ വിളിച്ചു തന്നെ. അങ്ങനെ സംസാരിച്ചു. അവരെന്നോട് ഇംഗ്ലീഷിലൊക്കെ സംസാരിച്ചു കേട്ടോ. മക്കളൊക്കെ രണ്ട് മക്കളുണ്ട്, ആ മക്കളുണ്ട്. ഒരാളുടെ ഗേൾ ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ വട്ടത്തിലിരുന്നു. ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. കുറേ സാധനങ്ങൾ അപ്പോൾ ഇവിടുന്ന് അമ്മ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഉച്ചവരെ ഇവിടെ ഫുഡ് ഉണ്ടാക്കലായിരുന്നു. രാവിലെ മുതൽ ഉച്ച വരെ 10-12 മണി വരെ ഇവിടെ ഫുഡ് ഉണ്ടാക്കലായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഉണ്ടാക്കിയ ഫുഡെല്ലാം കൊണ്ടാണ് പോയത് അങ്ങോട്ട്. ആ ഫുഡും അവരുണ്ടാക്കിയ ഫുഡ് ഏതാണ്ടൊക്കെ റൈസ് ചിക്കൻ ഒക്കെ പല രീതിയിൽ, എനിക്കൊന്നും അറിയത്തില്ല എങ്ങനെയൊന്നും. നമ്മുടെ നാട്ടിൽ വയ്ക്കുന്ന പോലെ അല്ല കേട്ടോ. ഇവരൊന്നിനും സ്പൈസി അല്ല, എരിവില്ല, പുളിയും ഉപ്പും ഒക്കെ ഉള്ളൂ. മധുരം വയ്ക്കാണ് ഇവിടുത്തെ കറികളൊക്കെ. അങ്ങനെ അതെല്ലാം ഇങ്ങനെ മേശയിൽ നിരത്തി വെച്ചു. എല്ലാവരും കുറച്ച് എടുത്തു. വൈനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇവരുടെ പ്രാർത്ഥനയിലാണ് വൈൻ വെച്ച് പ്രാർത്ഥിച്ചിട്ട് കുറച്ച് വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. വളരെ കുറച്ച് വൈൻ ഇങ്ങനെ നമ്മുടെ ക്ലാസ്സിൽ ഒഴിച്ച് തരും. എന്നിട്ട് നമ്മളത് ആദ്യം കുടിക്കും, പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കും. പിന്നെ ഭർത്താവ് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അടുത്ത ആഴ്ച ഞാൻ ഇന്ത്യൻ ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കപ്പയൊക്കെ പറഞ്ഞു, കപ്പ വെച്ച് തരാമെന്നൊക്കെ. ഞാൻ ഇവിടുന്ന് ഉണക്ക കപ്പയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്താന്നാൽ കപ്പ വെച്ച് കൊടുക്കാമെന്ന്. ഒന്നും ആയിട്ടില്ല. അങ്ങനെ വർത്താനെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഇരുന്ന് ഇവർ TV ഒക്കെ കണ്ടു. അതിനുശേഷം ഞങ്ങൾ പിന്നെ ഒരു സൈസ് ചായ, അതെങ്ങനത്തെ നിൽക്കില്ല, കുറച്ച് മസാലയൊക്കെ ഇട്ടുള്ള ചായ കേട്ടോ. ചായ കുടിച്ചു, കേക്ക് കഴിച്ചു, കുക്കീസ് കേക്ക് ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിച്ചു. രാത്രി 10 മണിയായപ്പോഴാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു. എൻ്റെ അമ്മച്ചിക്ക് 75 വയസ്സുണ്ട്. ഈ അമ്മച്ചിയാണ് കാർ ഓടിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ചേട്ടായിക്ക് മെസ്സേജ് അയച്ചു, ദൈവമേ 10 മണിയായിട്ട് ഇവിടെ ഇറങ്ങിയിട്ടില്ല, വണ്ടിയൊക്കെ ഓടിക്കാൻ കണ്ണ് കാണാമോ എന്ന്. എന്തായാലും ഞങ്ങൾ സേഫായിട്ട് ഇവിടെ എത്തി. അടിപൊളിയായിരുന്നു. ഞങ്ങളിവിടെ വന്നതിന് ശേഷമായിട്ട് ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തത്. ആക്ച്വലി 2 തിരി ഈ ഗ്ലാസ്സിനകത്ത് ഇറക്കി വെച്ചേക്കുവാണേ. തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചത് കെടുത്തേണ്ടെന്ന്. വേണ്ടെന്ന് പറഞ്ഞു. തന്നെ തീർന്ന് കെടുകയാണ് ചെയ്തത്. അതങ്ങനെ കത്തിച്ചവിടെ വെച്ചേക്കുമായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു രാത്രിയിൽ ഇത് കാണാനായിട്ട്. പിന്നെ വീട്ടിൽ വന്നു. ഇവരെന്നോട് പോയി കിടന്നോളാൻ പറഞ്ഞു. ഞാൻ ഇവരോട് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞു പോയി കിടന്നു. ഓക്കെ, അപ്പോൾ ബൈ. എല്ലാവർക്കും ശലോം സബാത്ത്.